ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റമദാൻ ഞാൻ ഇൻഡാടേന് കോഴിക്കോട്. അവിടെ കഴിഞ്ഞ റമദാൻ ഫുള്ള് നോമ്പ് തുറയിന്. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനുള്ളത് കൊച്ചിയിലാണ്. ഇവിടെ അങ്ങനെ നോമ്പ് തുറ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളായിട്ടൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ തന്നെ നോമ്പ് തുറക്കണം. പുറത്തൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടെ ഇപ്പം നമ്മളവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ബിസിയാണ്. നമ്മളവിടെ എന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഉണ്ടാവും വീട്ടിൽ. പിന്നെ എല്ലാവരും ഉണ്ടാവും, നല്ല വർത്താനമൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് നമ്മൾ നോമ്പ് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബഹളം ഇതൊക്കെ ആയിരിക്കും. നമുക്ക് എന്താ പറയുക, ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്തിട്ടേക്കും എല്ലാം ചെയ്യുന്നത്. ഞാൻ ഇവിടെ വീട്ടിൽ പണിക്ക് ഇറങ്ങണത് ഞാനൊരു 5:30 ആകുമ്പോഴാണ് ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങുന്നത്. കാരണം കാക്കി ഞാനും മാത്രമല്ലേ ഉള്ളൂ, കാക്കി ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കായിട്ട് എന്തെങ്കിലും പത്തിരിയോ കറിയോ എന്തെങ്കിലും ഒരു കടി വെള്ളം അതൊക്കെ പെട്ടെന്ന് കഴിയും. ഇപ്പോൾ സമയം 3:30 ഇപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുന്നത്. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടൊക്കെ വേറെ ഒന്നുമല്ല, ഇനി എനിക്ക് വേറെ ഡ്രസ്സൊന്നും എടുത്തിടാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ കടിയായിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഏതായാലും പേര് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കൊടുക്കാം. ആ സാധനം ഉണ്ടാക്കാൻ പോകണം. മൈദ, ഈസ്റ്റ്, ഉപ്പ്, പിന്നെ തേങ്ങ, ഈ സാധനങ്ങളാണ് അതിന് വേണ്ടത്. ഈ ഒരു കടിയും പിന്നെ മിൻറ്റ്, നാരങ്ങ കൂടി അടിച്ചു വെക്കണം. പിന്നെ ചിക്കു ജ്യൂസ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചോറ് ഇതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിക്കറിയോ പരിപ്പറിയോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് മീൻ പൊരിക്കണം. ഇതാണ് ഇന്നത്തെ ഡിഷ്. തക്കാൻ നേരം തേങ്ങ ഇട്ടാൽ മതി, നേരത്തെ തേങ്ങ ഇട്ട് വെക്കണ്ട. നോമ്പ് തുറക്കണേൻ്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് മാത്രം അത് പൊരിച്ച് വെച്ചാൽ മതി. കാരണം ചൂടോടെ തിന്നാൻ രസം. മിൽക്ക് മെയ്ഡും വേണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മിൽക്ക് മെയ്ഡ് വയ്ക്കണം. ഷുഗർ സിറപ്പ് ആയാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങളും കറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പരിപ്പ് ഇട്ടാൻ പോവുകയാണ്. പരിപ്പ് കറി എന്ന് പറയുന്നത് ഇന്ത്യയും എൻ്റെ കെട്ടുവിൻ്റെയും ഫേവറേറ്റ് കറിയാണ്. പരിപ്പ് കറി, മീൻ പൊരിച്ചത്, അല്ലെങ്കിൽ മുട്ട പൊരിച്ചത്, അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത്, അതൊക്കെ നല്ല കോമ്പിനേഷൻ. പരിപ്പ് കറി കിളിമീനും, അതാ ഭാര കോമ്പിനേഷൻ. ഇതിലേക്ക് പരിപ്പ് കഴുകിയിട്ടു, വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, എന്നിട്ട് നേരെ ഗ്യാസിലേക്ക് സ്റ്റൗവിലേക്ക്. ചോറ് ഒരു ഭാഗത്ത് ആവുന്നുണ്ട്, പുറത്ത് കറി ആവുന്നുണ്ട്. ഇനി വൈകിട്ട് ആണ് അടുത്ത പരിപാടി. വൈകിട്ട് എന്ന് പറയാനായില്ല, ഒരു 6 മണിക്കാകുമ്പം ബാക്കി പരിപാടി തുടങ്ങിയാൽ മതി. കാരണം വേറൊന്നും ഇല്ലല്ലോ, പിന്നെ കുറേ ആൾക്കാരും ഇല്ല. പിന്നെ നമ്മളല്ല, ഞാൻ ഇത്രയും നേരം വെറുതെ അടുക്കളയിൽ കുത്തിരിക്കണേൽ അർത്ഥമില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് പൊങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടിട്ട് നമ്മൾ ഓരോ ബൗളുകളായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഉണ്ടക്കായ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.